ഇനി കാസർകോട്ടേക്ക് അവിടെ തൃക്കരിപ്പൂരിലെ ശൈശവവിവാഹത്തിൽ പരാതി ഉയർന്നതിന് പിന്നാലെ ദക്ഷിണ കൊറിയയിലേക്ക് പോയി വരൻ ഷാബിർ നാട്ടിലെത്തിക്കാൻ പോലീസ് സർവ്വശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ മറ്റ് 3 പ്രതികളെയും പോലീസ് ചോദ്യം ചെയ്യും. പള്ളിക്കാൽ ജുമാ മസ്ജിദിൽ വിവാഹം നടത്താൻ കേസിലെ പ്രതിയായ പഞ്ചായത്ത് അംഗം താജുദ്ദീൻ സമ്മർദ്ദം ചെലുത്തിയെന്നുകൂടി പോലീസിന്റെ കണ്ടെത്തലുണ്ട്. അരുൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അരുൺ, ഈ മാസം 13-നായിരുന്നു ഈ 16 വയസ്സുള്ള പെൺകുട്ടിയും 28-കാരനും തമ്മിലുള്ള ഈ ഒരു വിവാഹം. ആരൊക്കെയാണ് ഈ വിവാഹത്തിന് ഒത്താശ ചെയ്ത് കൊടുത്തത്? കാരണം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ 2 കുടുംബം മാത്രം തീരുമാനിച്ചാൽ പോരാ. അവിടെ പള്ളി കമ്മിറ്റി ഉണ്ടാവും, അവിടെയുള്ള കുടുംബക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഇവരൊക്കെ അറിയണം. അപ്പോൾ ഇവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണോ ഇത്തരത്തിലൊരു ശൈശവവിവാഹം? ഒരു നാണക്കേടാണ് ഈ ഒരു കാലത്ത് ഇതൊക്കെ നടക്കുന്നുള്ളത്. ഈ ശൈശവവിവാഹം നടന്നത്, അതോടൊപ്പം ഈ ചെറുക്കൻ, ഈ ഒരു കല്യാണ പയ്യൻ, ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എവിടെ വരെ എത്തി? ഷിഹാസ്, ഇതിൽ പെൺകുട്ടിയുടെ പിതാവ്, അതോടൊപ്പം തന്നെ വരനായിട്ടുള്ള 28-കാരൻ ഷാബിർ ഷെയ്ഖ്, അവിടുത്തെ പഞ്ചായത്ത് അംഗവും ജുമാ മസ്ജിദിന്റെ സെക്രട്ടറിയുമായ താജുദ്ദീൻ, പള്ളിയിലെ ഉസ്താദ് എന്നീ 4 പേർക്കെതിരെയാണ് ശൈശവവിവാഹവുമായി ബന്ധപ്പെട്ട് ചന്ദേര പോലീസ് കേസെടുത്തത്. പോലീസിന് മുന്നിലുള്ള അടുത്ത നടപടി ഇവരെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുക എന്നതാണ്. അതിൽ നിരവധി കാര്യങ്ങളിൽ വ്യക്തത ഇപ്പോഴും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടിയിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ വരനായിട്ടുള്ള ഷാബിർ ഷെയ്ഖ് ദക്ഷിണ കൊറിയയിലേക്ക് പോയിരുന്നു. അവിടെയാണ് ഷാബിർ ജോലി ചെയ്യുന്നത്. അവധി പൂർത്തിയായതിനു ശേഷം തിരിച്ചുപോയി എന്നതാണ് നിലവിൽ പോലീസിനോട് നൽകിയിട്ടുള്ള വിശദീകരണം. പക്ഷേ പോലീസ് പറയുന്നത് ഷാബിറിനെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. തിരിച്ചെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ വിവാഹം ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഈ പെൺകുട്ടിയുടെ നാട്ടിലെ പള്ളിയിലായിരുന്നു. പക്ഷെ അവിടെ പള്ളി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ളവർ അത് പരിശോധിക്കുകയും ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അവിടെ വിവാഹം നടക്കാതിരുന്നത്. പിന്നീടാണ് ഈ വരന്റെ നാടായിട്ടുള്ള എടച്ചാക്കെ ജുമാ മസ്ജിദിലേക്ക് ഈ വിവാഹം മാറ്റിയത്. ഏപ്രിൽ 13-നാണ് വിവാഹം നടക്കുന്നത്. അവിടെ ജുമാ മസ്ജിദിന്റെ സെക്രട്ടറിയും അതോടൊപ്പം പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള താജുദ്ദീൻ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടു എന്നതാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അവിടെ ആ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഈ താജുദ്ദീന്റെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശിശുക്ഷേമ വകുപ്പിന്റെ അന്വേഷണവും ആ റിപ്പോർട്ടിലും ഇത് പരാമർശിക്കുന്നുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം ആ പള്ളിയിൽ നടന്ന വിവാഹത്തിന്റെ രജിസ്റ്റർ ചെയ്ത രേഖകൾ, CCTV ദൃശ്യങ്ങളൊന്നും പോലീസിന് ഇത് ഇപ്പോൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നടപടിയിലേക്കൊക്കെ പോലീസ് കടക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്ത് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിൽ പോക്സോ വകുപ്പ് ഇതിൽ ചേർക്കുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്നാലും പോലീസ് അത്തരം നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിനാദ്യം ഈ വരൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണം. വരനെ ദക്ഷിണ കൊറിയയിൽ നിന്ന് നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ചന്ദേര പോലീസ് വ്യക്തമാക്കുന്നത്. ശരി അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വിവാഹത്തിന്, ഇത്തരത്തിലൊരു ശൈശവവിവാഹത്തിന് ഒത്താശ ചെയ്ത് ഇതിന് കൂട്ടുനിന്ന എല്ലാവരിലേക്കും അന്വേഷണം പോവേണ്ടതാണ്.